36-ാമത്തെ ദിവസം വൈകുന്നേരം 5:20 വരെ ആ വീട്ടിൽ ഒരു ആക്ടിവിറ്റി നടന്നിട്ടില്ല. 5:20 വരെ ആ ആക്ടിവിറ്റിയിൽ എന്താ നടന്നത്? ആ വീട്ടിൽ എന്താ ആക്ടിവിറ്റി നടന്നത്? 5:20 വരെ ഒന്നും നടന്നിട്ടില്ല. എന്നാൽ മെന്റലി സ്ട്രോങ് അല്ലാത്ത, ഒട്ടും ഗെയിം കളിക്കാൻ അറിഞ്ഞൂടാത്ത, മനസ്സാക്ഷി ഇല്ലാത്ത ആ ഒരു വൃത്തികെട്ടവനായിട്ടുള്ള സിബിൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അവിടെ വിഷമിച്ച് ആ മുക്കി പോയി ബീം ബാഗിൽ ഇരുന്ന സമയത്ത് ഇവിടെ നോമിനേഷൻ നടക്കുന്നു. ഇവിടെ 50-ാമത്തെ ദിവസത്തിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് AI-യിൽ ലാൽ സാർ വരുന്നു. അങ്ങനെ വീട്ടിലെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നു. എന്നാൽ സിബിൻ ആ മൂലയിൽ വിഷമിച്ച് മാറിയിരിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. നേരെ മറിച്ച് ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റ് വിഷമിച്ച് മാറിയിരുന്നപ്പോൾ, അത് എന്ത് കാരണം കൊണ്ടെന്ന് പോലും അറിയില്ല അവർക്ക്, അവര് തന്നെ ചെയ്ത കാരണമാണ് കേട്ടോ. ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ് അടിച്ചേപ്പിക്കുന്ന സാധനമല്ല, അവര് തന്നെ ചെയ്ത ഒരു കൺഫ്യൂഷൻ കാരണം. വേട്ടയാടേണ്ട എന്തിനാ എടാ, ഞാൻ ജാസ്മിനെ പറഞ്ഞു നിർത്തോട്ടെ. അപ്പൊ അങ്ങനെ ഒരാള് മാറിയിരുന്നപ്പോ, അവരൊരു വിഷമം കൊണ്ട് മാറിയിരുന്നപ്പോ, ആ വിഷമം തീർക്കുന്നത് വരെ ആ വീട്ടിലുള്ള 19 പേർക്കും ഒരു വിലയില്ല. ജാസ്മിനാണ് അവിടെ എല്ലാം. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? ഞാൻ ഇപ്പൊ പറയുന്നത് ഒരു ദിവസത്തെ ഒരു കണ്ടന്റ് മാത്രമാണ്. അതായത് എപ്പിസോഡ് 37 ഒരു കണ്ടന്റ് മാത്രം എടുത്താൽ ഞാൻ പറയുന്നത്. ഞാൻ ജാസ്മിനെ, എനിക്ക് ജാസ്മിനോട് ഒരു ഹേറ്റഡും ഇല്ല. ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയാം, എനിക്ക് ജാസ്മിനോട് ഒരു വെറുപ്പുമില്ല. ഞാൻ ആ വീട്ടിൽ നിന്ന് അവസാനമായി കൺഫെഷൻ റൂമിലിരുന്ന് നോമിനേഷൻ ഡേയിൽ ഞാൻ പറഞ്ഞത് ഇതാണ്: എനിക്ക് ജാസ്മിനോടും ഗബ്രിയോടും എനിക്ക് ആരോടും ഒരു എതിർപ്പില്ല. എനിക്ക് എതിർപ്പ് പുറത്തുള്ള മറ്റു ചിലരോടാണ്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് അവിടെ നിന്ന്. എനിക്ക് ജാസ്മിനോട് ഇപ്പോഴും എനിക്കൊരു ദേഷ്യമില്ല. പക്ഷെ നിങ്ങൾ, ജാസ്മിന്റെ PR ടീം, എനിക്ക് നിങ്ങളോടാ പറയാനുള്ളത്, ജാസ്മിന്റെ പൈസ മേടിച്ചിട്ടാണോ മേടിക്കാതെയാണോ എന്നൊന്നും എനിക്കറിയില്ല. PR ടീം, നിങ്ങൾ കുത്തിയിരുന്ന് എന്നെയും എൻ്റെ വീട്ടുകാരെയും എൻ്റെ കൂട്ടുകാരെയും ടാർഗറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്നതും, ടാർഗറ്റ് ചെയ്ത് വീഡിയോസ് ഉണ്ടാക്കുന്നതും, റീല് ചെയ്യുന്നതും, കമന്റ് ഇടുന്നതും, നിങ്ങൾ എന്നെ എന്ത് വേണോ പറഞ്ഞാൽ ഞാൻ കേൾക്കും. പക്ഷെ എൻ്റെ വീട്ടുകാരെയോ എൻ്റെ സുഹൃത്തുക്കളെയോ നിങ്ങൾ നുള്ളി നോവിപ്പിച്ചാൽ ഞാൻ നോയിക്കൊണ്ടിരിക്കില്ല. അപ്പൊ എനിക്ക് ഈ PR ടീമിൽ അംഗങ്ങൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ പരിപാടി, ഈ ആർക്ക് വേണ്ടിയാണോ ഈ മൂന്നാംകിട പരിപാടി കാണിക്കുന്നത്, എനിക്ക് അയാളെ അറിയാവൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അയാളുടെ ഗെയിമിനെയാണ് പറയുന്നത്. ഞാൻ അയാളുടെ പേഴ്സണലായിട്ട് അയാളുടെ ഒരു കാര്യത്തെ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല. അയാൾ ഗെയിമിൽ എന്താ ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇത്രയും സ്ട്രോങ് എന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ വാഴ്ത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ഒരാള് എന്തുകൊണ്ട് സ്ട്രോങ് ആയി? ആ വീട്ടിൽ അയാൾക്കെതിരെ ഗെയിം കളിച്ച ഒരാൾ ഇപ്പൊ ആ വീട്ടിലുണ്ടോ? അവരൊക്കെ ഓഡിയൻസിന്റെ വോട്ട് കൊണ്ടാണ് പുറത്തേക്ക് വന്നത്. എന്തുകൊണ്ട് ഗബ്രി പുറത്തുപോയി? ജാസ്മിന് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഗബ്രി പുറത്തു പോയത്. ഗബ്രി തനിയെ ഇറങ്ങി കൊടുത്താണോ? നിങ്ങൾ പറ. അപ്പൊ ഞാൻ ഇങ്ങനെ അക്കമിട്ട് എപ്പിസോഡ് നമ്പർ 1 മുതൽ നിങ്ങൾക്ക് അറിയാൻ കൃത്യമായിട്ട് ഈ സീനൊക്കെ എവിടെയാ തുടങ്ങിയത്. ഒരു ഫോൺ കോൾ ആ വീട്ടിനുള്ളിലേക്ക് വന്ന അപ്പത്തൊട്ടാണ്. അന്ന് മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അത് ഈ ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റിനല്ല, ഞാൻ സ്നേഹിക്കുന്ന ഒത്തിരി പേർക്ക് അതൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മിണ്ടുന്നില്ല ഞാൻ. മനസ്സിലായില്ലേ? ജാസ്മിൻ ഗെയിം കളിക്കൂ. ജാസ്മിൻ വളരെ മനോഹരമായ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ജാസ്മിൻ വളരെ മനോഹരമായ ഗെയിം കളിക്കൂ. ജാസ്മിൻ വിജയിക്കൂ. ജാസ്മിൻ ഈ ബിഗ് ബോസ് സീസൺ 6 ചാമ്പ്യനായി തിരിച്ചിറങ്ങി വരൂ. എല്ലാവിധ ആശംസകളും. അത് ജാസ്മിന്റെ ഗെയിം നല്ലതാണെങ്കിൽ നിങ്ങൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും, അല്ലാതെ മറ്റുള്ളവന്മാരെ നെഞ്ചത്ത് ചോട്ടിയിട്ടല്ല. ഈ പാവപ്പെട്ട ജിൻഡോ ചേട്ടനെ നിങ്ങൾ ആലോചിക്കണം. സംസ്കാരമായ ഭാഷ ഞാൻ കാണിച്ചൊരു ആംഗ്യത്തിന്റെ പുറത്താണ് എന്നെ എന്തോരം ചെയ്തെന്നറിയോ? ഈ ജിൻഡോ ചേട്ടനെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ടെന്നറിയോ? എന്തൊക്കെ പ്രായം ഒരു വിഷയമല്ല, ശരി, എന്നാലും ഊളെ, മരവൂളെ, മറ്റവനെ എന്താണ്, ഷൊട്ടൻ, കരിഞ്ഞ മത്സ്യകന്യകൻ, ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ജയിലിലിട്ട് ജിൻഡോ ചേട്ടനെ അടിച്ചു. തിരിച്ചായിരുന്നെങ്കിലോ? ഇന്നിപ്പോ ജാസ്മിന്റെ കഴുത്തിൽ ഇങ്ങനെ എന്തോ തട്ടിയതിന്റെ പേരിൽ അവിടെ മഞ്ഞക്കാർഡ്, നീലക്കാർഡ്, റേഷൻ കാർഡൊക്കെ കൊടുത്തില്ലേ? ആധാർ കാർഡ് എല്ലാം കൊടുത്തില്ലേ? ജാസ്മിനെതിരെ എന്താ മോളെ ജാസ്മിനെ അടിച്ചു. അപ്പോ എന്താ പറയാ, ഷീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഹെർ സപ്പോർട്ട് ഓൺലി ഇൻ ലാസ്റ്റ് 2 weeks. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും ഇപ്പം PR ടീം ഇറങ്ങിയിട്ടുണ്ട്. ജാസ്മിനെ നന്നായി വെള്ളഭൂഷണം ശ്രമിക്കുന്നുണ്ട്. അതായത് ഹൗസിനുള്ളിൽ ഇപ്പൊ കയറിയ സാബു ചേട്ടനാണെങ്കിലും ശ്വേത മേനൻജി ആണെങ്കിലും എന്താ പറഞ്ഞേ, അവര് ഹൗസിനുള്ളിൽ ജാസ്മിൻ ഇങ്ങനെ പറയുമോ? ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു അകത്ത് കണ്ടസ്റ്റൻസിനെ കയറ്റി വിട്ടിട്ട് അങ്ങനെ പറയിപ്പിക്കുവോ? അങ്ങനെ പറയാവോ? ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, ജാസ്മിൻ യു ആർ എ സ്ട്രോങ് കണ്ടസ്റ്റന്റ്. അങ്ങനെ ചെയ്യാവോ? അങ്ങനെ ചെയ്യിപ്പിക്കാവോ? ശരിയാണോ? അല്ലെങ്കിൽ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എയർ ചെയ്യാവോ? എഡിറ്റിൽ വിടാവോ? ദാറ്റ് ഇസ് ആക്ച്വലി നമ്മൾ എന്താ പറയുക, നമ്മൾ വെളിയിലുള്ള ജനങ്ങളെ സ്വാധീനിക്കുകയാണ്. സീസൺ 1 വിന്നർ വന്നിട്ട് പറയാണ്, ജാസ്മിൻ യു ആർ എ സ്ട്രോങ് കണ്ടസ്റ്റന്റ്.
അതെന്തിനാണ്? അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്തിനാണ്? എന്റെ ചോദ്യം അതാണ്. അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്തിനാണ്? അതെ, ഇപ്പൊ ഋഷിയെ ചീത്ത പറഞ്ഞു. ഞാനിപ്പം എനിക്കൊരു കമന്റ് വന്നു, ഋഷിയെ ചീത്ത പറഞ്ഞു. ഋഷിനെ ഇപ്പൊ എന്തിനാ ചീത്ത പറഞ്ഞു? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അടി വിടി എന്നൊക്കെ വിളിച്ചെന്ന് പറയും. എന്ത് പിന്നെ നടിമാരെ നടി എന്നല്ലാതെ പിന്നെ നമ്മൾ എന്ത് വിളിക്കും? അപ്പൊ എടി എന്നല്ല നമ്മളിപ്പോ എന്താ വിളിക്കുക? എടി ഇപ്പൊ ഇവിടെ ആരാ എടി എന്ന് വിളിക്കാത്ത ആരാ ഉള്ള വീട്ടില്? ഇപ്പതാ ഞാൻ പ്ലേ ചെയ്ത വീട്ടിൽ ജാസ്മിൻ എന്താ വിളിച്ച ജിൻഡോനെ? നിങ്ങൾ ജാസ്മിനെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. പക്ഷെ മറ്റുള്ള ഒരാൾ നെഞ്ചത്ത് ചവിട്ടിയിട്ട് ആവരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ജാസ്മിൻ വിന്നർ ആവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ജാസ്മിൻ വിന്നർ ആവുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിന് എനിക്കൊരു കുഴപ്പമില്ല. ബിക്കോസ് ഫോർ മീ ബിഗ് ബോസ് ഇസ് ഓവർ. എനിക്ക് ബിഗ് ബോസ് തീർന്നു. ഞാൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് വന്ന നിമിഷം തൊട്ട് തന്നെ എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞു. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ സംസാരിക്കുമ്പോഴും ഇന്റർവ്യൂവിൽ പോകുമ്പോഴും അവർക്ക് തന്നെ അറിയാവുന്ന ബിഗ് ബോസ് വഴിയാണ്. അപ്പോൾ അവർ ബിഗ് ബോസിന്റെ ചോദ്യങ്ങളെ ചോദിക്കും, ഞാൻ അതിനെ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ഈ ജാസ്മിനെതിരെ ഗ്രഡ്ജും പിടിച്ചുകൊണ്ട് എനിക്ക് അതിന് മാത്രമൊന്നും ഇല്ല ആ കുട്ടിയുടെ അടുത്ത്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മേഖല വേറെയാണ് സഹോദര. ബിഗ് ബോസ് കഴിഞ്ഞു. എനിക്കിനി എന്റർടൈൻമെന്റ് അതാണ് എന്റെ മേഖല. അത് നല്ല വൃത്തിയായിട്ട് അന്തസ്സായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലുള്ള PR ടീമുകൾ ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ചീത്ത പറയുന്ന പരിപാടി നിർത്തുക. അത് എന്നെ നിങ്ങൾ പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ കണ്ണടയ്ക്കും. പക്ഷെ എൻ്റെ വീട്ടുകാരെയോ എൻ്റെ മകനെയോ എൻ്റെ കൂട്ടുകാരെയോ പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കില്ല സഹോദരന്മാരെ. ഞാൻ റിയാക്ട് ചെയ്യും. ഇനി അക്കമിട്ട് എപ്പിസോഡ് നമ്പർ 7 മുതൽ പറയാനാണ് നിങ്ങൾ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻസ്. അതിനാണെങ്കിൽ അക്കമിട്ട് തന്നെ പറയും. PR ടീം സഹോദരങ്ങളെ, ജാസ്മിൻ ചേച്ചി ജയിപ്പിക്കാൻ നോക്ക്. വെറുതെ എൻ്റെ അണ്ണാക്കിയിട്ട് കുത്തം വരല്ലേ കേട്ടാ. അപ്പോൾ എല്ലാവർക്കും സന്തോഷം, സമാധാനം. എൻ്റെ തിരുവനന്തപുരം അണ്ണാ, നിങ്ങളൊക്കെയാണ് എൻ്റെ പ്രചോദനം അണ്ണാ. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എന്താ പറയാ, ഒന്നും പറയാനില്ല. അപ്പോൾ ഇനിയും എപ്പിസോഡിന്റെ ബാക്കിയുണ്ട്, നിങ്ങളിരുന്ന് കാണണം. ഹോട്ട്സ്റ്റാറിലുണ്ട് എപ്പിസോഡ്. 37 കണ്ടാൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് അവിടെ നടന്നതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. ഒരു പ്രാവശ്യമല്ല, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നടന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഡെയിലി എത്ര പ്രാവശ്യം, ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം കൺഫെഷൻ റൂമിൽ ജാസ്മിൻ പോകുമെന്നും ജാസ്മിന് വരുന്ന എഴുത്തുകൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ബാറ്ററി നേരെ നിരിക്കൂ, അല്ലെങ്കിൽ ഡ്രസ്സ് വരാൻ വൈകും എന്നുള്ള മെസ്സേജൊക്കെ ആയിരിക്കും. എന്തായാലും ജാസ്മിന് മാത്രമേ അവിടെ ലെറ്ററുകൾ വരാറുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഞാൻ പറയണം. പിന്നെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടറിനോടാണ് എനിക്ക് പറയാനുള്ള സഹോദര, ഈ ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ താങ്കളുടെ പാർഷ്യാലിറ്റി, താങ്കളുടെ സ്വാർത്ഥ താല്പര്യം എത്രത്തോളമാണെന്ന് കൃത്യമായി എൻ്റെ തെളിവുണ്ട്. ഇയാൾ ഒരാളുമായി സംസാരിച്ച കോൾ റെക്കോർഡ് അല്ലെങ്കിൽ ഇയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഇയാൾ എത്ര രീതിയിൽ ഉപയോഗിച്ചു എന്നെനിക്ക് കൃത്യമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതൊന്നും പുറത്ത് വിടാതിരിക്കുന്നത് ഇയാളെ കരുതിയിട്ടല്ല. ആ ഷോനെ ഡിപ്പെൻഡ് ചെയ്ത് 100-300 പേര് ജോലി ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ഓർത്തിട്ടാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരുത്തൻ കിടന്ന് അവിടെ കാണിക്കുന്ന ഇത് തെമ്മാടിത്തരത്തിന് അനുഭവിക്കുന്ന അവരൊക്കെ ആയിപ്പോ. അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ കണ്ടസ്റ്റൻസ് സെലക്ട് ആവുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോളോ ചെയ്യുന്ന പരിപാടിയും തിരിച്ച് ഫോളോ ചെയ്യുന്ന പരിപാടിയൊക്കെ എനിക്കറിയാം. ഒരു ബിഗ് ബോസ് സീസണിൽ ആ കണ്ടസ്റ്റന്റ് സെലക്ട് ആവുന്നതിന് മുന്നേ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ അവരെ ഫോളോ ചെയ്യും. ഇത് കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്. സീസൺ 4 തൊട്ടൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഡിസൈൻ ചെയ്യുന്ന സഹോദര. പിന്നെ പറയും ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ കൂടെ കുറെ പേരുണ്ട്. ചുമ്മാതിരിക്കുക. നിങ്ങൾ 10 കണ്ടന്റുമായിട്ട് വരും. 10 കണ്ടന്റ്. അതിൽ ഏത് കണ്ടന്റ് വേണം വേണ്ട എന്ന് തിരഞ്ഞെടുക്കാൻ മാത്രമേ അവർക്ക് അവകാശമുള്ളൂ. ഈ 10 കണ്ടന്റും താങ്കളുടെ തലച്ചോറെന്നാണ് വരുന്നത്. അപ്പൊ എനിക്കും താങ്കളോടും പറയാനുണ്ട്, പേരെടുത്ത് തന്നെ പറയും സമയമാകുമ്പോൾ. ഇപ്പൊ ഷോ നടക്കട്ടെ കേട്ടാ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഗായ്സ്, എനിക്ക് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാം. ബ്രോസെൻ മുല്ലപ്പൂ ഗ്രൂപ്പ് ലിങ്ക് ഞങ്ങൾ പണി കൊടുക്കാം. വേണ്ട, അവർ ജീവിച്ചു പോട്ടെ, അതിൻ്റെ ഒരു ആവശ്യമില്ല. യെസ്, ജിൻഡോ ചേട്ടൻ നടുപടി. ജിൻഡോ ചേട്ടൻ നാട്. ഇനി നിങ്ങൾ നോക്കിയോ ജിൻഡോയുടെ കണ്ടന്റ് പുറത്ത് വരുന്നുണ്ടോ ഈ വീക്കെൻഡ് ഈ എപ്പിസോഡ്സ്? ഞാൻ പറയുന്നില്ല, നോക്ക് നിങ്ങൾ. ജിൻഡോ ചേട്ടനെ കാണാനുണ്ടോ അവിടെ? ഏറ്റവും മനോഹരമായിട്ടുള്ള കണ്ടന്റ് കൊടുക്കുന്ന ആളാണ് ജിൻഡോ ചേട്ടൻ. അവിടെ കാണാനുണ്ടോ? അപ്പം ശരി എന്നാ, എല്ലാം പറഞ്ഞ പോലെ. ഇനിയിപ്പോൾ എനിക്ക് ഒരുപാട് കോൾ വരും ഈ ലൈവിൻ്റെ പുറകെ, ഒരുപാട് കോൾസും വരും. ഞാൻ മിണ്ടാണ്ടിരുന്ന, എനിക്ക് ആരോടും ദേഷ്യമില്ല. ജാസ്മിൻ PRT നിങ്ങളാണ് എൻ്റെ വാദർപ്പിച്ചത്. കാര്യം എനിക്ക് സമാധാനമില്ല ബ്രോ. നിങ്ങൾ അയച്ച കമന്റും പരിപാടികളൊക്കെ സ്ക്രീൻഷോട്ട് വരുന്നത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്നാ എനിക്ക് കോൾ വന്നു തുടങ്ങി. ഈ ലൈവ് ഞാൻ ഡിലീറ്റ് ചെയ്യില്ല. ഈ ലൈവ് ഇവിടെ കിടക്കണം. അപ്പൊ പൂജ പറഞ്ഞൊരു കാര്യം ഞാൻ എടുത്തു പറയാം. എന്താണ്, ഇപ്പം
ജിൻഡോ ചേട്ടനെ അടിച്ച പരിപാടി. ചേട്ടൻ റിയാക്ട് ചെയ്യും കേട്ടല്ലോ. ആരുടെ അത്? എനിക്കുള്ളതല്ലേ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഗായ്സ്, അപ്പോൾ ബിഗ് ബോസ് റിവ്യൂ കേട്ടതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ബിഗ് ബോസ് റിവ്യൂയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ. നിങ്ങൾ മനസ്സിലാക്കുക. ജാസ്മിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോവുക. ഏറ്റവും വീക്കെൻഡ് കരഞ്ഞ് മെഴുകി അവിടെ കിടന്ന് അങ്ങനെ മെഴുകിയ സാധനം കവറിലിട്ട് വെച്ചിട്ടുണ്ട്. ജാസ്മിൻ PR വേണമെങ്കിൽ വരാം, കവറിലാക്കി ഓരോരുത്തർക്കും തരാം. അപ്പോൾ കരഞ്ഞ് മെഴുകി ഇറങ്ങി വന്നവനാണ് ആ സിബിൻ. അപ്പോൾ നിങ്ങൾ ആ കരഞ്ഞ് മെഴുകിയ സിബിന്റെ പുറകെ പോകാതെ സ്ട്രോങ് ആയിട്ടുള്ള ജാസ്മിന്റെ പുറകെ പോകും. ജാസ്മിനെ വിജയിപ്പിക്കാനുള്ള പരിപാടികൾ ചെയ്യും. കേട്ടോ മക്കളെ? അപ്പോൾ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി. കൂടുതൽ റിവ്യൂകൾ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുമായി ബന്ധപ്പെട്ടിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.